ക്രിക്കറ്റിൻ്റെ ഹോം ഗ്രൗണ്ടായ ലോർഡ്സിൽ വെച്ച് നടന്ന ഇന്നത്തെ ഏകദിന ഡിസൈഡർ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. കുറച്ച് കാര്യങ്ങളാണ് ഇന്ത്യ പരാജയത്തിലേക്ക് നയിച്ചതെന്ന് പറയാം. ഒന്നാമത് തന്നെ പറയാം, ഈ ഡെത്ത് ബോളിംഗ് വെച്ച് പോയി കഴിഞ്ഞാൽ എവിടെയും ഇന്ത്യ ലോകകപ്പിൽ എത്താൻ പോകുന്നില്ല. ഒരു വർഷം മാത്രമാണ് ഇനി ലോകകപ്പിന് ബാക്കി. എവിടെ എത്തില്ല, കൺഫേം ആയിട്ട് നമുക്ക് പറയാം. കാരണം നമുക്കറിയാം, ടാലൻറ്റഡായ ബോളേഴ്സ് പുറത്തിരിക്കുമ്പോഴാണ് ഈ എന്താ പറയുക, ഗുർനൂർ ബ്രാർ കുറേ പുതിയ പ്ലേയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹർഷദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, ഇവരൊക്കെ വെച്ച് എങ്ങനെ ഇന്ത്യ മുന്നേറാനെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ഡെത്ത് ബോളിംഗ് കണ്ടപ്പോൾ ക്ലിയർ ആൻഡ് കട്ടായി ഞാൻ പറയാമെന്ന്. ഇവരെ വെച്ച് ലോകകപ്പിന് പോയി ഇന്ത്യ അനുഭവിക്കും, അല്ലെങ്കിൽ ഇന്ത്യ പാടുപെടും, ഉറപ്പുള്ള കാര്യമാണ്. ബൂമ്ര മാത്രമാണ് ഇപ്പോൾ അത് ആ ഒരു അത്യാവശ്യം പിടിച്ചെറിയുന്നൊരു ബോളറുള്ളൂ. വേറെ ഒരാൾക്ക് അത് പറ്റുന്നില്ല. വിത്തൗട്ട് ബൂമ്ര നോ ഇന്ത്യ ബൗളിംഗ് ലൈനപ്പ്, അങ്ങനെ തന്നെ വേണം ഇപ്പോൾ പറയാൻ. ക്ലിയർലി കട്ടായിട്ടാണ് പറയുന്നത്. കാരണം വേറെ നമുക്ക് മത്സരം കണ്ടവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ഷാമി, ഭുവനേശ്വർ കുമാർ, സിറാജ് ഇങ്ങനെയുള്ളവരൊക്കെ പുറത്തിരിക്കുമ്പോഴാണ് ഈ ചെണ്ടകളെ വീണ്ടും വീണ്ടും എന്ത് കണ്ടിട്ടാണ് BCCI ഇങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് പറ്റിയത്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്, ഈ പരമ്പര പോകാനുള്ള കാരണം എനിക്ക് തോന്നിയത് മറ്റൊന്നല്ല, ഇംഗ്ലണ്ട് സൈഡ് ശ്രദ്ധിച്ചറിയാം, ഓൾറൗണ്ടേഴ്സ് കൂടുതലാണ്. ഇന്ത്യക്കുണ്ട് വാഷിങ്ടൺ സുന്ദർ പോലത്തെ ഓൾറൗണ്ടേഴ്സ്. പക്ഷെ എന്താണ് കാര്യം, അക്സർ പട്ടേലും ഒന്നെങ്കിൽ ബോളിങ്ങിൽ തിളങ്ങുക, അപ്പോൾ ബാറ്റിങ്ങിൽ പോകും. ഒന്നെങ്കിൽ ബാറ്റിങ്ങിൽ പോയി തിളങ്ങുക, അല്ലെങ്കിൽ ബോളിങ്ങിൽ പോകും. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഓൾറൗണ്ടേഴ്സിൻ്റെ പ്രത്യേകത, ഇന്ത്യ ഒരു പീക്ക് ടൈമിൽ ധോണിയുടെ ക്യാപ്റ്റൻസിൽ കളിച്ചിരുന്നപ്പോൾ നമുക്കറിയാം, യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന, സച്ചിൻ ടെണ്ടുൽക്കർ ഇവരൊക്കെ ബാറ്റ്സ്മാൻമാരെന്ന് അറിയപ്പെട്ടിരുന്നാലും ഇവരൊക്കെ നല്ല രീതിയിൽ ബോൾ എറിയും പാർട്ട് ടൈമായിട്ട്. അത് ഇംഗ്ലണ്ടിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇന്നൊരു ക്രൂഷ്യൽ സമയത്ത് ലെഫ്റ്റ് ആം ബൗളറായ ജേക്കബ് ബത്തൽ വന്നിട്ട്, ഓപ്പണർ ബാറ്റ്സ്മാനാണ് ഇംഗ്ലണ്ടിൻ്റെ, അദ്ദേഹം ഒരു 7 ഓവറാണ് എറിഞ്ഞത്. ആ 7 ഓവറാണ് കളി ട്വിസ്റ്റാക്കി ടേൺ ചെയ്തത്. അതാണ് മേജർ പോയിൻറ്റ്. ഇന്ത്യക്ക് അങ്ങനെ ഒരു ബൗളറില്ല, ബാറ്റ് ചെയ്യണവരാരും ഇന്ത്യയുടെ ബോളിയില്ല. അവിടെയാണ് ഇന്ത്യക്ക് പ്രശ്നം. ആ ഇംഗ്ലണ്ടിനായ ഒരു 7 ഓവർ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. കാരണം ജോഷ് ടങ്കാണ് അവരെ പേസറായിരുന്നത്, സെക്കൻഡ് പേസർ. അദ്ദേഹം നല്ല അടിന്ന് മേടിച്ചു ആർച്ചറിന് ശേഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓവർ ആരും എറിയും. അതുപോലെ അവൻ്റെ മെയിൻ സ്പിന്നറായ ആദിർ റഷീദ് നല്ല രീതിയിൽ എക്കോണമിയിൽ ഇന്ന് പന്തെറിയാൻ അദ്ദേഹത്തിനും പറ്റിയിട്ടില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് ആരും പ്രതീക്ഷിക്കാത്ത, അധികം നമുക്ക് നെറ്റ്സിലൊന്നും കളിച്ച് പരിചയമില്ലാത്തൊരു ബോളർ ഉപയോഗിക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കുന്നു. ജേക്കബ് ബത്തൽ, വിൽ ജാക്സ് ഇങ്ങനെയുള്ള സൂപ്പർ പാർട്ട് ടൈം സ്പിന്നേഴ്സ് അവരെ കയ്യിലിരിക്കുന്നുണ്ട്. ഓഫ് സ്പിന്നിന് ഓഫ് സ്പിൻ, ലെഗ് സ്പിന്നിന് ലെഗ് സ്പിൻ. പിന്നെ ഫാസ്റ്റ് ബൗളറിൽ പേസ് എറിയാണ്ട് ലെങ്ത്ത് മാറ്റി മാറ്റി എറിയുക, അതുപോലെ സ്പീഡ് വേരിയേഷൻസ് വരുത്താൻ കഴിവുള്ള സ്പെഷ്യലിസ്റ്റ് ബൗളർ സാം കറൻ, ലെഫ്റ്റ് ആമാണ്. ഇതൊക്കെയാണ് അവരുടെ അഡ്വാൻറ്റേജ്. അവിടെയാണ് ഇന്ത്യ ശരിക്കും ഈ സീരീസ് തോൽക്കാനാണ് ഞാൻ പറയുള്ളൂ. കാരണം അത്രയും മികച്ചൊരു ലൈനപ്പ് ഇംഗ്ലണ്ട് വാർത്തെടുത്തിട്ടുണ്ട്. ലോകകപ്പിൽ അടുത്ത കൊല്ലത്തേക്ക് വരുന്നതിൽ ഏറ്റവും മികച്ചൊരു ടീം ഇംഗ്ലണ്ട് തന്നെയാണ് യാഥാർത്ഥ്യത്തിൽ, പറഞ്ഞേ പറ്റൂ. പിന്നൊരു മിസ്റ്റേക്ക് കണ്ടത്, ഇഷൻ കിഷാന് 2 കളിയാണ് അവസരം കൊടുത്തത്. അതുപോലെ KL രാഹുൽ 2 കളി കളിച്ചു. പക്ഷേ ഇരുവരും 2 കളിയിൽ വിക്കറ്റ് കീപ്പർ എന്ന റോളിലും മോശമായിരുന്നു, അതുപോലെ തന്നെ ബാറ്റിങ്ങിലും മോശമായിരുന്നു. മധ്യനിരേനെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഇവർ 2 കളിയിൽ 2 താരങ്ങൾ ഫോം ഔട്ടായി നഷ്ടപ്പെടുത്തി. അത് വലിയൊരു അടിയാണ് ഇന്ത്യക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നത്. പിന്നെ ഏറെ വിമർശിക്കപ്പെട്ടിരുന്ന നമ്മുടെ രോഹിത് ശർമ്മ അവസാന കളിയിൽ പ്രൂവ് ചെയ്തു, 138 റൺസ് എടുത്ത് ലോർഡ്സിൽ വെച്ച്. പക്ഷേ ആദ്യ 2 കളിയിൽ അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ടും ഇന്ത്യയെ നേരിയ രീതിയിൽ ബാധിച്ചിരുന്നു. അതുപോലെ ചേസ് മാസ്റ്റർ, മൂന്നാമത്തെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തോന്നിയത്, ചേസ് മാസ്റ്റർ കിങ് കോഹ്ലിയുടെ വിക്കറ്റ് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യക്ക് പ്രാധാന്യം. കാരണം ഒരു സമയത്ത് രോഹിത് ശർമ്മയും കോഹ്ലിയും ക്രീസിലേക്കും ഇന്ത്യ വിജയത്തിൽ സിമ്പിളായി എത്തുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നതാണ്. അവിടെ നിന്നാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആദ്യം രോഹിത് ശർമ്മയുടെ വിക്കറ്റ് പോകുന്നു, എന്നാലും എല്ലാവരുടെ മനസ്സിലും ഒരു വിശ്വാസമുണ്ട്, കോഹ്ലി അവിടെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് വേറെ ലെവലാണ്. പക്ഷെ അവിടെയും നമ്മളത് തുണച്ചില്ല. കാരണം കോഹ്ലിയെ സാം കറൻ കെണി വെച്ച് വീഴ്ത്താന്ന് പറയില്ലേ, സ്ലോ ബോൾ. സാം കറനാണ് താരം ഇംഗ്ലണ്ടിൻ്റെ. ശരിക്കും 3 കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു താരം സാം കറൻ തന്നെയാണ്, ഉള്ള കാര്യം നമ്മൾ പറയണല്ലോ. പിന്നെ അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ എനിക്ക് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇംഗ്ലണ്ട് ഒരു പ്ലെയറിൽ വിശ്വാസം അർപ്പിച്ച നല്ല അവസരങ്ങൾ കൊടുക്കും. ജേക്കബ് ബത്തൽ ആദ്യ 2 മത്സരങ്ങളിൽ ഓപ്പണിംഗ് ഇറങ്ങി ഫ്ലോപ്പായിട്ട് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു ടോം ബാൻഡൻ എന്നൊരു ബാറ്റ്സ്മാൻ അവർക്ക് ഇരിക്കുന്നത്, അദ്ദേഹത്തിനെ പരീക്ഷിക്കുമെന്ന്. എവിടെ ഇല്ല, ജേക്കബ് ബത്തലിന് തന്നെ കൊടുത്തു. അതിൻ്റെ ഗുണം ഇംഗ്ലണ്ട് ശരിക്കും അറിഞ്ഞു. ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഒരേപോലെ തിളങ്ങി. അതാണ് അവരുടെ പ്രത്യേകത. നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ബാക്കിംഗ് സപ്പോർട്ട് ഇന്ത്യയിൽ ആർക്കും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് കളിച്ചോ നാളെ കളിക്കുകയോ ഇല്ല എന്നൊരു ഉറപ്പില്ല. പിന്നെ ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി പറ്റിയത്, ഈ 3 മത്സരം ഇന്ത്യൻ ബൗളേഴ്സ് എറിഞ്ഞു, ഏകദേശം 150 ഓവറിനടുത്ത് എറിഞ്ഞു. പക്ഷെ അവർക്ക് ജോ റൂട്ടിന് ഒരു വട്ടം പോലും വിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല എന്നത് ഇന്ത്യൻ ബൗളേഴ്സിന് നാണക്കേടിൻ്റെ റെക്കോർഡാണ്. ജോ റൂട്ട് 3 കളി നോട്ട് ഔട്ടാണ്. അതൊരു പ്രത്യേക കളിയാണ്. ആദ്യ കളി 77, സെക്കൻഡ് കളി
99 റണ്ണിന് സെഞ്ചുറി നഷ്ടമായി. മൂന്നാമത്തെ കളി ഇന്ന് 74 റൺ ലോഡ്സിൽ വെച്ച്. അദ്ദേഹമാണ് ആ ഇംഗ്ലണ്ട് ബാറ്റിങ്ങിൻ്റെ നട്ടല്. ഏത് സാഹചര്യത്തിലും ഇംഗ്ലണ്ട് തകർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ നിന്ന് കാഴ്ചവെക്കുന്ന ഒരു ഇന്നിങ്സ് ഉണ്ട്. നമുക്ക് കോഹ്ലി എന്താണ് ഇത്രയും കൊല്ലം ചെയ്തിരുന്നത് അത് കളിക്കാനാണ് അവരെ ജോറൂട്ട്. അതാണ് ഇന്ത്യനെ ഇംഗ്ലണ്ടിൽ നിന്ന് ഈ ഒരു സീരീസിൽ മാറ്റി നിർത്തിയത്. സോ ഇതൊക്കെ പാഠം ഉൾക്കൊണ്ട് എന്താ പറയുക, ഇന്ത്യ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകകപ്പിന് അധികം നാളുകളിലെ കുറച്ച് മത്സരങ്ങളെ നമുക്ക് ട്രയൽസ് ആയിട്ട് ഇനി ലഭിക്കുകയുള്ളൂ. ആ പരമ്പരകളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ലൈനപ്പ് കണ്ടെത്തിയേ പറ്റൂ. ഹർഷിത് റാനെ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് ഇനിയും തോന്നുന്നില്ല. ഐ സ്റ്റിൽ ബിലീവ് മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഷാമി, ഭുവനേശ്വർ കുമാർ ഇവരിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ബൂമറയ്ക്ക് കൂട്ടായി സെക്കൻഡ് ബേസറായി വേൾഡ് കപ്പിൽ വേണമെന്ന് ഇപ്പോഴും ഞാൻ ആശിക്കുന്നു. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സംവാദം തുടരാം.